ഇന്നിപ്പോൾ ഹർത്താലായം കൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും കുറച്ച് നേരം വൈകിണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ്. പിന്നെ നേരെ ബ്രഷ് എടുത്ത് പല്ലേക്കാൻ പോയി. അങ്ങനെ പല്ലേക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വണ്ടി കഴുകാനായി കാണുന്നത്. അങ്ങനെ ഇപ്പോൾ വണ്ടിയും കഴുകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ റംബൂട്ടാനൊക്കെ വലട്ടച്ച് സേഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനാണ് രാവിലെ ചായക്കടി ദോശ ഉണ്ടാക്കുന്നത്. 2 ദോശ എടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് നമ്മൾ ചെറിയൊരു ബൈക്ക് പോകാനുള്ളതുകൊണ്ട് നമ്മൾ ചായ കുടിച്ച് വേഗം കുളിച്ച് മാറ്റി ഒരുങ്ങി നമ്മൾ റെഡിയായി പോവാണ്. ഒരു സ്ഥാപനം തുറന്നിരിക്കും. എന്തിനു പോകാം? EMSൽ പോവാം. അങ്ങനെ അച്ഛൻ്റെ ഉപദേശം കേട്ട് നേരെ കുഞ്ഞിനാടേക്ക് എത്തി. ചിരിച്ചോണ്ട് വരുന്നതാണ് നമ്മളെ കുഞ്ചു. അപ്പോൾ ഇതാണ് നമ്മളെ പുളപ്പയിലങ്ങാടി. അപ്പോൾ ഇവിടെ ഏടെയും കടകളും കാര്യങ്ങളൊന്നും തുറന്നില്ല. പിന്നെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ നമ്മളെ മുക്കത്ത് EMSലെത്തി. ഹോസ്പിറ്റലിൽ നമ്മളൊരു കമ്പനിക്കാരൻ മഞ്ഞപ്പിത്തേക്ക് അഡ്മിറ്റാണ്. പോനെ കാണാനാണ് പോയത്. അവനെ കണ്ടിട്ടാണെങ്കിൽ അഡ്മിറ്റ് ആക്കാൻ പറ്റിയ സുഖമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ എല്ലാവരും ഉണ്ട്. ലുഡോ ചോദിച്ചാൽ ലുഡോ മഞ്ഞപ്പിത്തമുള്ള കുട്ടി നമ്മൾ പിടിച്ചിരിക്കും. ഒരു ഹോസ്പിറ്റലാണെന്നുള്ള ബോധമല്ലാണ്ടാണ് ഓരോന്ന് ഒച്ചയും വിളിയും നായിട്ടുണ്ടാക്കണേ. അത് കേട്ടിട്ടാണോന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് അങ്ങനെ അവൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവനോട് മെല്ലെ ഇറങ്ങിയാന്ന് പറഞ്ഞു. അങ്ങനെ ആടുന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ നേരെ കുഞ്ചുനാടൊക്കെ പോയി. കുഞ്ചുനാട് എത്തിയപ്പോൾ ചേച്ചീൻ്റെ മോളും വന്നു. പിന്നെ നേരെ വീട്ടിലെത്തിയപ്പോൾ നല്ല മോരും ചോറും കറിയും പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും കൂട്ടിയിട്ട് പിടിപിടിച്ച് പുറത്തേക്ക് നോക്കി ചെറിയ ചാറ്റൽ മഴ. വണ്ടി ഒന്ന് കഴിക്കാളെന്ന് വെച്ച് അങ്ങനെ വണ്ടി എടുത്ത് വണ്ടിയൊക്കെ കഴുകി വെച്ച് പിന്നെ ഇന്ന് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഒരു ഉറക്കം പാസ്സാക്കാമെന്ന് വെച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ.